CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊലപാതകികൾക്ക് വേണ്ടി ചെലവഴിച്ച തുക സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചു കൊടുക്കണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. വിധി പഠിച്ച ശേഷം തുടർ നിയമ നടപടികളെക്കുറിച്ച് ആലോചിക്കുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരനും പറഞ്ഞു. തീവ്രവാദ സംഘങ്ങളെക്കാൾ ഭീകരമായി CPM മാറിയെന്നും പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന സ്ഥിരം പല്ലവിയിൽ കാര്യമില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും VD സതീശൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിന്യായം CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായി കേരളത്തിലെ CPM മാറിയിരിക്കുകയാണ്. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ലാത്ത കൊലക്കേസിൽ പാർട്ടിയുടെ മുൻ MLA ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. വിധി CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിധിയാണെന്ന KC വേണുഗോപാൽ. ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് എന്ന് അവർ ഒരിക്കൽ കൂടി കമ്മ്യൂണിസം മാറ്റി ക്രിമിനലിസത്തിലേക്ക് അവർ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അതിന് ഏറ്റ തിരിച്ചടിയാണ് ഈ വിധി. ഇരട്ട ജീവപര്യന്തത്തിൽ പൂർണ്ണ തൃപ്തിയില്ലെങ്കിലും സംതൃപ്തനാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. വധശിക്ഷയാണ് കിട്ടുമെന്ന് ഞങ്ങൾ എല്ലാം കരുതിയത്. അത്ര വലിയ കുറ്റമാണ് അവർ ചെയ്തത്. പക്ഷേ ആ ഇരട്ട ജീവപര്യന്തം കൊടുത്ത കാര്യത്തിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. പിണറായി വിജയനുള്ള തിരിച്ചടിയാണ് വിധിയെന്ന് ഷാഫി പറമ്പിൽ MP-യും വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും പറഞ്ഞു. ആ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ പറയുക, ഞാൻ ആഗ്രഹിച്ചത് വധശിക്ഷ ഉണ്ടാകണമെന്നായിരുന്നു. 10 ആളുകളെ വെറുതെ വിട്ട വിഷയത്തിനകത്ത് ഞങ്ങൾ അപ്പീൽ പോകും. വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.